ഞങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പാറത്തോട് സെന്റർ IPC കാഞ്ഞിരപ്പള്ളി പ്രയർ സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈ പരസ്യയോഗവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നത് ലോകത്തിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. 33.5 വയസ്സ് വരെയും ഈ ഭൂമിയിൽ താൻ ഉണ്ടായിരുന്നു. തന്റെ ജീവിതകാലത്ത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഒരിക്കൽ കൈസരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോടായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഈ ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അതിന് മറുപടി തന്റെ ശിഷ്യന്മാർ പല കാര്യങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, യേശുവിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചു. ഇന്ന് ഞങ്ങൾ ഇത് പ്രസ്താവിക്കുമ്പോൾ പലരും ചോദിക്കാം, നിങ്ങൾ ഇങ്ങനെ പ്രസ്താവിക്കുവാൻ അവൻ ആര്? യേശു ക്രിസ്തു ആര്? നമ്മുടെ മഹാത്മാഗാന്ധി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ, യേശു ക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിന് ചില മഹാന്മാരുടെയും മതങ്ങളുടെയും ബൈബിളിന്റെയും അഭിപ്രായം എന്തെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ ചെറിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്ത് ജീവിച്ചിരുന്ന മഹാന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, യേശുവിനെ ഒരു രക്തസാക്ഷിയായും യാഗത്തിന്റെ മൂർത്തീകരണമായും ഒരു ദിവ്യ ഗുരുവായും ഞാൻ അംഗീകരിക്കുന്നു. ഫ്രഞ്ച് എഴുത്തുകാരനും തത്വശാസ്ത്രജ്ഞനുമായിരുന്ന വോൾട്ടയർ കടുത്ത ക്രിസ്തുമത വിരോധിയായിരുന്നു. എന്നാൽ താൻ പറഞ്ഞൊരു വാക്കുണ്ട്, യേശു എല്ലാവരോടും ഒരുപോലെ സംസർഗമുള്ളവനായിരുന്നു, എല്ലാവരെയും സ്നേഹിച്ചു. അദ്ദേഹത്തിന്റെ ഉപദേശമാണ് യഥാർത്ഥ ഉപദേശമെന്ന് നമുക്കേവർക്കും അറിയാം. രാജാറാം മോഹൻ റോയ്, സ്കൂൾ കാലഘട്ടങ്ങളിൽ നാം പഠിച്ചിട്ടുണ്ട്. ആ പേര് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത്, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളാണ് സന്മാർഗിക സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ഉപയുക്തമെന്ന് അദ്ദേഹം പറയുവാനിടയായി. കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രൊഫസർ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വിശുദ്ധൻ യേശു ക്രിസ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ചരിത്രം എന്താണ് പറയുന്നത്? മഹാന്മാരുടെ ചിലരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ചരിത്രം എന്താണ് പറയുന്നത്? കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ചരിത്രം വിളിച്ചു പറയുകയാണ്. ഭൂമിയിൽ 2000 വർഷത്തിന് ശേഷം ഇന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പഞ്ചായത്ത് രേഖകളിൽ അവരുടെ ജനന തീയതി എഴുതുമ്പോൾ AD 2025 അല്ലെങ്കിൽ 1980 എന്ന് ചേർത്തേ എഴുതുകയുള്ളൂ. കാരണം ക്രിസ്തുവിന് ശേഷം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ക്രിസ്തു ചരിത്ര പുരുഷനെന്ന് നമ്മുടെ ജനനം കൊണ്ട് തന്നെ പഞ്ചായത്ത് രേഖകളിൽ എഴുതി വച്ചിരിക്കുകയാണ്. അന്നുള്ള ജനങ്ങൾ, യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ പലതാണ്. അന്ന് യഹൂദിയെ ഭരിച്ചുകൊണ്ടിരുന്ന ഹെരോദാവ് എന്ന് പറയുന്ന രാജാവ് പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? തന്റെ അഭിപ്രായം എന്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ കാലത്ത് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം കൊന്നുകളഞ്ഞു. യേശുവിന്റെ പ്രസംഗവും യേശു ചെയ്യുന്ന അത്ഭുതങ്ങളും കേട്ടിട്ട് ഹെരോദാവ് എന്ന് പറയുന്ന രാജാവ് യേശുവിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഇതാണ്: ആ മരിച്ചുപോയ അല്ലെങ്കിൽ താൻ കൊന്നുകളഞ്ഞ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അന്നുള്ള
ജനങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞത് പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും യേശുവെന്നാണ്. എന്നാൽ ഇന്നത്തെ ജനത്തോട് ചോദിച്ചേ യേശു ആരെന്ന് ചോദിച്ചേ അവർ പറയും പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അനേക ദേവന്മാരിൽ ഒരു ദൈവം. മറ്റൊരു വ്യക്തി പറയും മറ്റൊരു രാജ്യത്ത് നിന്ന്, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട ഒരു മതത്തിന്റെ സ്ഥാപകൻ, അല്ലെങ്കിൽ പാവങ്ങളുടെ ദൈവം, അതുമല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവം. മതങ്ങൾ പഠിപ്പിക്കുന്നത് അനേക ദേവന്മാരിൽ ഒരു ദേവൻ എന്നും അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ എന്നും പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ എന്താണ് യേശുവിനെ കുറിച്ച് പറയുന്നത് അതാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രസംഗിക്കുവാനുള്ളത്. അത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോടും പറയുവാനുള്ളത്. ബൈബിൾ എന്ത് പറയുന്നു? വിശുദ്ധ ബൈബിളിന്റെ കേന്ദ്ര വിഷയം തന്നെ യേശുക്രിസ്തുവാണ്. പഴയ നിയമം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങളും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ നിവൃത്തീകരണവുമാണ്. വിശുദ്ധ ബൈബിളിലെ അനേക കഥാപാത്രങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, പ്രവാചകന്മാരുണ്ട്, നബിമാരുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാമോ? ബൈബിളിലെ ഒരു വ്യക്തിയാണ്, ഒരു പ്രവാചകനാണ് യെശയ്യാവ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായം യേശുവിനെ കുറിച്ചുള്ളത്, അദ്ദേഹം പറയുക അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന്. മീഖ പറയുകയാണ് അതൊരു പ്രവാചകനാണ്, ഇസ്രയേലിന്റെ അധിപതി എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നഥനയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ സാക്ഷാൽ ദൈവപുത്രൻ എന്നാണ് പറഞ്ഞത്. തന്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? യേശുവിന്റെ പ്രിയ ശിഷ്യനായ പത്രോസിന്റെ അഭിപ്രായം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇത് തന്നെയാണ് പ്രിയരെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് മനുഷ്യജാതിക്ക് വേണ്ടി മരിക്കുവാൻ, യാഗമായി തീരുവാൻ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനാണ് യേശു ക്രിസ്തു. ആ യേശു കാൽവറിയിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, എന്റെയും നിങ്ങളുടെയും നമ്മുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെടുവാനിടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു വ്യക്തിയുണ്ട്, പൗലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്തെന്ന് അറിയാമോ? യേശുക്രിസ്തു മഹാദൈവമാണ്, ധന്യനായ ഏകാധിപതിയാണ്, യേശു രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ് എന്ന് യേശുവിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം. പ്രിയരെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, മറ്റു മത ഗ്രന്ഥങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാനല്ല, ബൈബിൾ പറയുന്നത് പ്രസ്താവിപ്പാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. യേശുവാണ് സാക്ഷാൽ ദൈവപുത്രൻ. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവപുത്രൻ 1900 വർഷങ്ങൾക്ക് മുമ്പ് താൻ മരിക്കുക മാത്രമല്ല, അനേകം മഹാന്മാരുടെ കല്ലറകൾ ഇന്നും മരിച്ച് അടക്കപ്പെട്ട് അവിടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തുവിന്റെ കല്ലറ അടയപ്പെട്ട് കിടക്കുകയല്ല, അത് തുറന്നു കിടക്കുകയാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആകയാൽ പ്രിയരെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള, അറിയിക്കുവാനുള്ള സന്ദേശം ഇതാണ്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, ഭൂമിക്കൊരു അവസാനമുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട്. അതിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യന് ഏക വഴി ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. ആകയാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഉയർത്തിക്കാണിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഈ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നീയും നിത്യ നരകത്തിൽ നിന്ന് നിത്യനിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീരും. ആകയാൽ നിങ്ങളെ ഞങ്ങൾ ആ സത്യത്തിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. യേശു നിങ്ങളെ അതിനായി ഒരുക്കുമാറാകട്ടെ.